ഹായ് ഗൈസ്. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കും ഇവൾക്ക് ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഹോസ്റ്റലല്ലേ നിൽക്കുന്നത്. അപ്പൊ ഈ സ്കേർട്ടിന്റെ ഒപ്പം എന്ന് പറയാൻ എനിക്ക് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങോട്ടേക്കാ പോന്ന് പറഞ്ഞാൽ താലത്തിന് പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചേച്ചിയുടെ വീട്ടില് താലാണ്, ഹോസ്റ്റലിലെ ചേച്ചിയുടെ വീട്ടില്. ഞാൻ അർച്ചനയും കൂടെ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഇപ്പൊ ഒരു ജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന പോലെ ഞാൻ എൻ്റെ ഒരു പാവാട ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചിരിക്കുകയാണ്. അതിനാണ് അവളിപ്പോ ചവിട്ടി ചെയ്തിട്ട്. അപ്പൊ ഞാനിന്ന് പട്ടിശോയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. മുടിയാണെങ്കിൽ അങ്ങോട്ട് നനഞ്ഞിട്ട് അങ്ങോട്ട് ഒട്ടി നിൽക്കുകയാണ്. വീണ്ടും അവൾ എന്റെ പാവടി ചവിട്ടുന്നത്. ചവിട്ടല്ലേ അത് ഊരി പോരുന്നു വേണ്ടി പറയുന്നത്. അപ്പൊ എന്തായാലും ഓട്ടോയിലൊക്കെ കയറിയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. എനിക്ക് നേരത്തെ ചേച്ചിട്ട് വീട്ടിൽ പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷെ ഇവള് നല്ല ബുദ്ധിശാലി ആയതുകൊണ്ട് വഴി തെറ്റാതെ നമ്മൾ ആ വീട്ടിൽ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആരെയും അറിയില്ല, ചേച്ചിയും ചേച്ചിയുടെ മോളെയും മാത്രമേ അറിയുള്ളൂ. വെറുതെ ഇങ്ങോട്ട് കേറാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കേറിയിട്ടുണ്ട്. അപ്പൊ അത് ചേച്ചിയുടെ മോളൊക്കെ ഉണ്ട്. അപ്പൊ താലത്തിന് ശരിക്കും പറഞ്ഞാൽ എന്റെ നാട്ടിൽ വെച്ചിട്ട് ഫുള്ള് നല്ല ഡിഫറൻസ് ഉണ്ട് ഇവിടുത്തെ താലം എന്ന് പറയുന്നത്. നമ്മള് വീട്ടിൽ നിന്ന് താലം പോവാറ് തന്നെ ഇല്ല. ഒരു അമ്പലത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നിന്നായിരിക്കും നമ്മള് താലം സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ വീട്ടിലാണ്. മേ ബി എന്റെ സൈഡ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു ഇതുപോലെ. പിന്നെ ഇതാ മുറ്റത്ത് കളമൊക്കെ വരച്ച് പൂക്കൊലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ അവിടെ അടുത്തുള്ളവരൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് പിന്നെ താലൊന്നും നമ്മൾ അങ്ങോട്ട് നിലത്തൊന്നും വെക്കാറില്ല. പക്ഷെ ഇവിടെ നിലത്ത് വെച്ച് എല്ലാ സാധനങ്ങളും ആക്കി അരിയും പൂവും നിലത്തിട്ടതിന് ശേഷമാണ് നമ്മൾ താലെടുക്കുക. പിന്നെ വെളിച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ശരിക്കും പറഞ്ഞ എന്റെ വീടിന്റെ അവിടെ, അതായത് പാലക്കാട് എന്റെ ഒരു ഭാഗത്ത് നിന്ന് ഇവിടത്തെ ഒരു ഇത് നോക്കുമ്പോ വലിയ ദൂരമൊന്നും ഇല്ല ഇവിടവും പാലക്കാടും തമ്മിൽ. പക്ഷെ ഓരോ ഏരിയന്റെ ഇതായിരിക്കും തോന്നുന്നു. നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വെളിച്ചപ്പാട് ഇങ്ങനെ ഇതൊക്കെയാണ്. നമ്മുടെ അവിടേക്ക് വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ വാളെടുത്ത് വെട്ടി ബ്ലഡ് വന്ന് പക്ഷെ ഇവിടത്തെ മേ ബി എല്ലാവരും അങ്ങനെ ഇതാവുന്നുണ്ടായില്ലായിരിക്കും, എന്തോ എനിക്കറിയില്ല. പക്ഷെ എല്ലാം താലാണെങ്കിലും തന്നെ ചടങ്ങുകളാണെങ്കിലും തന്നെ എല്ലാം വ്യത്യസ്തമായിരുന്നു. അപ്പൊ ഞാനെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട താലൊക്കെ അങ്ങോട്ട് നിലത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അവരൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുക്കുക. പക്ഷെ നമ്മുടെ ഇവിടെ ഇങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ വെച്ച് എന്നിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ പൂവിന്റെ ഒരു കതിരി പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ താലത്തില് പൂവും അരിയും പിന്നെ വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ എനിക്ക് ഇതൊക്കെ കണ്ട അപ്പൊ ഞാൻ എന്തായാലും നല്ല എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി കണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ വെളിച്ചപ്പാട് തുള്ളാൻ തുടങ്ങി, ചെണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കൽപ്പനകൾ പറയുന്നതും അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ വീടിന്റെ അവിടെ അവരുടെ ഏരിയനെ കുറിച്ചിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൽപ്പനകൾ പറയായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ കേട്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ കേട്ടിട്ട് അങ്ങനെ നിൽക്കാട്ടോ. പിന്നെ എനിക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഫുള്ള് കൈമേൽ അങ്ങനെ എണ്ണ ഉണ്ടായിരുന്നു. ഫോണ് കയ്യിലായിരുന്നു. അപ്പോൾ ഫുള്ള് നാശമായിരുന്ന ഒരു അവസ്ഥയായിരുന്നു. ക്യാമറയ്ക്ക് ഫുള്ള് എണ്ണ ഇതായിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ നമ്മൾ 100 രൂപ കൊടുത്ത് ഓട്ടോയിലേക്ക് വന്ന സ്ഥലം ആ വഴി കൂടെ ഫുള്ള് നമ്മൾ നടന്നിട്ടാ പോയേട്ടാ. വീടിന്ന് അമ്പലം വരെ, വേറൊരു അമ്പലം, അത് എന്റെ ഹോസ്റ്റലിന്റെ അടുത്തുള്ള അമ്പലം വരെ നമ്മൾ നടന്നിട്ടാ പോയത്. അറിഞ്ഞാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, ഇവിടെ തന്നെ നിൽക്കായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് പോകുമ്പോ കുറച്ച് ദൂരമൊക്കെ തോന്നിയായിരുന്നു ഓട്ടോയിലായതുകൊണ്ട്. പിന്നെ നടന്നെത്തി, നമ്മളത് അമ്പലം എത്തിയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അകത്തേക്കല്ല താലങ്കരി, ഇവിടെ പുറത്ത് വെച്ചിട്ട് പിന്നെ അരിയൊക്കെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് പിന്നെ വീണ്ടും കൽപ്പനകളൊക്കെ പറയായിരുന്നു. പിന്നെ നമ്മള് അവിടെ നിന്ന് അമ്പലത്തിൽ പോയി തൊഴുത് ഒരു ഐസ്ക്രീം കഴിച്ച് നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് വിടും. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് ചേച്ചിട്ട് വീട്ടിലാണ്. അപ്പൊ നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് പോയി എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ഈ ഐസ്ക്രീം കഴിച്ച് ഹോസ്റ്റലിലേക്ക് വിട്ടു കേട്ടോ. അപ്പൊ ഇത്രയുള്ള